നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ അപ്ലൈഡ് കോസ്റ്റിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 2A ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇല്ലുസ്ട്രേഷൻ 6 വരെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇല്ലുസ്ട്രേഷൻ 7 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇല്ലുസ്ട്രേഷൻ 7 എന്ന് നോക്കാം. Okay, prepare the necessary process accounts from the following information. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ മെറ്റീരിയൽസ്, ഇവിടെ പ്രോസസ് എ, പ്രോസസ് ബി, അങ്ങനെ രണ്ട് പ്രോസസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും മെറ്റീരിയൽ പറയുന്നുണ്ട്. പ്രോസസ് എയുടെ 30,000, പ്രോസസ് ബിയുടെ 3,000. ദെൻ ലേബർ പറയുന്നുണ്ട്. പ്രോസസ് എക്ക് വേണ്ടി നമുക്ക് ഉണ്ടായ ലേബർ കോസ്റ്റ് 10,000, പ്രോസസ് ബിയിൽ 12,000. ദെൻ ഓവർ ഹെഡ്, എന്താണ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പ്രോസസ് എക്ക് 7,000 രൂപയുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടായി, പ്രോസസ് ബിക്ക് 17,000 രൂപയുടെ ഉണ്ടായി. ഇനി ഇൻപുട്ട് യൂണിറ്റ്, നമ്മളിവിടെ എത്ര യൂണിറ്റ് ആണ് എടുത്തതെന്ന് പറയുന്നുണ്ട്. പ്രോസസ് എയിൽ നമ്മൾ 20,000 യൂണിറ്റ്, അത് എണ്ണമാണ്, യൂണിറ്റിന്റെ എണ്ണമാണ് പറയുന്നത്. പ്രോസസ് ബിയിൽ 17,500 യൂണിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നോർമൽ ലോസ് പറയുന്നുണ്ട് 10%, പ്രോസസ് ബിയുടെ പറയുന്നത് 4% ആണ്. ദെൻ സെയിൽസ് വാല്യൂ ഓഫ് വേസ്റ്റ് പെർ യൂണിറ്റ്, നമുക്കിവിടെ വേസ്റ്റ് അല്ലേ, ഈ നോർമൽ ലോസ് അബ്നോർമൽ ലോസ് ഒക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സെയിൽസ് വാല്യൂ പറയുന്നത് അത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റൂ. പ്രോസസ് എയിൽ 1 രൂപയ്ക്കും പ്രോസസ് ബിയിൽ 2 രൂപയ്ക്കും എന്നും പറയുന്നുണ്ട്. ഇനി പറയുന്നത് ദെയർ ഈസ് നോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ വർക്കിംഗ് പ്രോഗ്രസ്, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ്സോ ഒന്നും ഇല്ല. ഇനി പ്രോസസ് ബിയുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 17,000 യൂണിറ്റ് ആണെന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യം വരയ്ക്കേണ്ട എന്താണ്, പ്രോസസ് എ അക്കൗണ്ട് വരയ്ക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രോസസ് എ അക്കൗണ്ട് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, നമ്മൾ പ്രോസസ് എ അക്കൗണ്ട് വരച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും ചെയ്യുന്നത്, കോസ്റ്റുകളാണല്ലേ, നമുക്കിവിടെ ഉണ്ടായ ഒരു പ്രോസസ്സിലുണ്ടായ കോസ്റ്റുകൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അതായത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ എത്ര മെറ്റീരിയൽ ഉപയോഗിച്ചു, എത്ര ലേബർ കോസ്റ്റ് ഉണ്ടായി, മറ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എത്ര ഉണ്ടായി, ഇതൊക്കെയാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, നമ്മളുടെ നോർമൽ ലോസോ, പിന്നെ കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്, പിന്നെ നമ്മളുടെ ആ ഒരു പ്രോസസ്സിൻ്റെ ഫൈനൽ, ഇത്രയാണ് ക്രെഡിറ്റ് സൈഡിലും എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡെബിറ്റ് സൈഡ് എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് എത്ര രൂപ, 30,000 രൂപയുടെ മെറ്റീരിയൽ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് എഴുതേണ്ടത് മെറ്റീരിയൽ, എമൗണ്ട് കോളത്തിൽ എഴുതണം എത്ര, 30,000. ഇത് നോക്കിയേ, ഇവിടെ യൂണിറ്റ് കോളം ഉണ്ട്, നമുക്ക് എപ്പോഴും യൂണിറ്റ് കോളം എമൗണ്ട് കോളവും കാണും. അപ്പോൾ ഇവിടെ എത്ര മെറ്റീരിയൽ നമ്മൾ എപ്പോഴും യൂണിറ്റും കാണിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോസസ് എക്ക് യൂണിറ്റ്, അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് യൂണിറ്റ് പറയുന്നുണ്ട് 20,000. നമ്മൾ ഇൻപുട്ടാണ് ഇവിടുത്തെ റോ മെറ്റീരിയൽ അല്ലേ, ആ റോ മെറ്റീരിയൽ നമ്മളിവിടെ 20,000 യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് പറയുന്നു. അപ്പോൾ യൂണിറ്റിന്റെ കോളത്തിൽ നമ്മൾ എത്ര എഴുതണം, 20,000 യൂണിറ്റ്. ഇത് 20,000 യൂണിറ്റ് ആണ്, റുപ്പീസ് അല്ല, 20,000 എണ്ണം നമ്മൾ ഉപയോഗിച്ചു. അങ്ങനെ എത്ര രൂപയുടെ യൂണിറ്റ് ഉപയോഗിച്ചു, എത്ര രൂപയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചു, 30,000 രൂപയുടെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചു. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ലേബർ ആണ്. അപ്പോൾ നമുക്കിവിടെ ലേബർ കോസ്റ്റ് എത്രയാണ്, 10,000 എന്ന് പറയുന്നു. അത് നമ്മൾ എമൗണ്ട് കോളത്തിൽ തന്നെ കാണിക്കണം. പിന്നെ നമുക്കിവിടെ ഉണ്ടായ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് ആണ്. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ എത്ര ഇൻപുട്ടാണോ നമ്മൾ ഈ ഒരു പ്രോസസ്സിലോട്ട് ഇടുന്നത്, ആ ഇൻപുട്ടിൽ ഒരു 10% എന്ത് സംഭവിക്കും, നോർമൽ ലോസ് സംഭവിക്കും. അപ്പോൾ ഇവിടെ മൊത്തം 20,000 ആണ് നമ്മൾ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 10% ഇവിടെ നോർമൽ ലോസ് സംഭവിക്കും. അപ്പോൾ നമ്മൾ നോർമൽ ലോസ് എവിടെ എഴുതുന്നത്, ക്രെഡിറ്റ് സൈഡ് എഴുതണം. അപ്പോൾ എഴുതാം ബൈ നോർമൽ ലോസ്. നോർമൽ ലോസ് എത്രയാണ്, 20,000-ന് 10% എന്ന് പറയുമ്പോൾ ഇവിടെ 2,000 യൂണിറ്റ് എന്ത് സംഭവിക്കും, നോർമൽ ലോസ് സംഭവിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ വേസ്റ്റ്, അതായത് നമ്മുടെ സെയിൽസ് വാല്യൂ, അതായത് ഇങ്ങനെ നഷ്ടമാവുമല്ലോ, നമ്മൾ ഈ ഒരു എന്താണ് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമ്മളത് സ്ക്രാപ്പ് വാല്യൂ വരും, നമ്മളത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ എത്ര, 1 യൂണിറ്റിന് 1 രൂപ വെച്ചിട്ട് നമുക്കത് വിൽക്കാം. ഓക്കെ, അപ്പോൾ ഈ നോർമൽ ലോസ് സംഭവിച്ച് ഈ 2,000 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 2,000 യൂണിറ്റ് നമുക്ക് എത്ര രൂപ വെച്ച്, ഒരെണ്ണത്തിന് 1 രൂപ വെച്ച് വിൽക്കാം എന്നുള്ള ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 2,000 യൂണിറ്റ് ഒരെണ്ണത്തിന് 1 രൂപ വെച്ചാവുമ്പോൾ 2,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ലോസിൽ സംഭവിച്ച ഗുഡ്സ് നമുക്ക് വിൽക്കാം. അപ്പോൾ നമ്മൾ നോർമൽ ലോസും എഴുതി. ഇനി എന്താ എഴുതേണ്ടത്, ഇനി ഇവിടുത്തെ ഔട്ട്പുട്ട് നോക്കണം. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം പ്രോസസ് എയുടെ ഔട്ട്പുട്ടാണ് പ്രോസസ് ബിയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോസസ് ബിയുടെ ഇൻപുട്ട് 17,500 എന്നാണ്. അപ്പോൾ ഈ 17,500 ആയിരിക്കും പ്രോസസ് എയുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഇത് ഈ പ്രോസസ് എയുടെ ഔട്ട്പുട്ട് പ്രോസസ് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്, പ്രോസസ് ബി. എന്നിട്ട് എഴുതേണ്ടത് 17,500.
17,500 യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ ഫൈനലിൽ കിട്ടിയത്. അപ്പം നമ്മൾ നോക്കേണ്ടത് മൊത്തം ഇവിടെ 20,000 ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ യൂണിറ്റ് അല്ലേ. നമ്മൾ എന്താണ് ഈ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ നമ്മൾ 20,000 യൂണിറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഇപ്പം നമ്മുടെ എത്രയേ ഉള്ളൂ? 17,500 യൂണിറ്റേ ഉള്ളൂ. ഈ 17,500 യൂണിറ്റ് എത്ര രൂപയുടെയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമുക്ക് പെർ യൂണിറ്റ് തന്നിട്ടില്ല, നമ്മളത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കോസ്റ്റ് എല്ലാം കൂടെ നോക്കാം. ഇവിടെ മൊത്തം നമുക്ക് 30,000, 10,000, 7,000 എല്ലാം കൂടെ ചേർത്ത് 47,000 ആണ് നമ്മുടെ ചെലവ്, കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടി ഓക്കെ. അതിൽ നിന്നും നമുക്കിവിടെ എന്താണ് നോർമൽ ലോസ് സംഭവിച്ച ഗുഡ്സ് നമുക്കത് ആക്രി വിലയ്ക്ക് സ്ക്രാപ്പ് വാല്യൂവിന് 1 രൂപ വിലയിട്ട് നമ്മളിവിടെ വിറ്റു. അങ്ങനെ 2,000 രൂപ നമുക്ക് കിട്ടി. അപ്പം നോക്കി ഈ ചെലവിൽ നിന്നും നമുക്ക് 2,000 രൂപ കിട്ടുമ്പോൾ ആ ചെലവ് കുറഞ്ഞു. എത്രയായി? 45,000 എന്നായി അല്ലേ. ഈ 45,000 ആയ കോസ്റ്റ് ഇവിടെ എത്ര യൂണിറ്റിനാണോ നോക്കണം. ഓക്കെ, മൊത്തം നമ്മളിവിടെ 20,000 യൂണിറ്റ് ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2,000 എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം 2,000 രൂപയുടെ ലോസ് സംഭവിക്കും. അങ്ങനെ ആവുമ്പോൾ 20,000-ൽ നിന്നും മൊത്തമുള്ള 20,000 യൂണിറ്റിൽ നിന്നും 2,000 യൂണിറ്റ് പോയാൽ ബാലൻസ് 18,000 യൂണിറ്റ് ആണ് നമ്മുടെ റിമൈനിങ് ഉള്ളത്. അപ്പം നമുക്കിനി പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 45,000-നെ എത്ര ഡിവൈഡ് ചെയ്താൽ മതി? 18,000 യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.5 കിട്ടും. ഇതെന്താണ്? പെർ യൂണിറ്റ് ആണ്. അതായത് ഈ 17,500 എന്ന് പറയുന്ന യൂണിറ്റ് മൊത്തം നമ്മുടെ ഔട്ട്പുട്ടായിട്ട് 17,500 യൂണിറ്റ് ഉണ്ട്. അത് ഒരെണ്ണത്തിന് 2 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിലയിടാം. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് അറ്റ് 2.5 പെർ യൂണിറ്റ്. അപ്പം നോക്കിയേ, ഇത് വിലയിടും 17,500-നെ 2.5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 43,750 കിട്ടും. ഓക്കെ, ഇനി എന്താ നോക്കേണ്ടത്? അപ്പം നമുക്കിവിടെ ഫൈനൽ യൂണിറ്റ് തന്നിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചു. ഇനി നോക്കിയാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തം ഇവിടെ 20,000 ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ 20,000 ആയിരുന്നു. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഫൈനലിൽ അത് മൊത്തം 17,500 യൂണിറ്റേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. അതായത് ഈ പ്രോസസ്സിന് തുടക്കത്തിൽ 20,000 ഉണ്ടായിരുന്നെങ്കിലും പ്രോസസ്സിൻ്റെ ഫൈനലിൽ നമുക്ക് 17,500 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ യൂണിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തം 2,500 രൂപയുടെ യൂണിറ്റ് ഇവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? 2,500 യൂണിറ്റ് ഇവിടെ നഷ്ടപ്പെട്ടു. ഈ 2,500-ൽ 2,000 യൂണിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലോസ് ആയിരുന്നു, അതിനെ നമ്മൾ നോർമൽ ലോസ് എന്നോട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2,500-ൽ 2,000 പോയിട്ട് ബാലൻസിന് എത്ര വരും? ഒരു 500 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസിനെക്കാട്ടിലും നമ്മളിപ്പോൾ 2,000 എക്സ്പെക്ട് ചെയ്യും, 10% നമ്മൾ 2,000 എക്സ്പെക്ട് ചെയ്തു, പക്ഷേ ഇവിടെ 2,500 ആയി. അപ്പോൾ ആ അധിക ലോസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അബ്നോർമൽ ലോസ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? അബ്നോർമൽ ലോസ് ഉണ്ട്. അപ്പോൾ അബ്നോർമൽ ലോസ് നമ്മൾ എഴുതേണ്ടത് എപ്പോഴും ഈ ഫൈനൽ പ്രോസസ്സിന് മുന്നേ വേണം എഴുതാൻ. അപ്പോൾ നമ്മളിവിടെ എഴുതുക, ക്രെഡിറ്റ് സൈഡ് എഴുതുക അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എത്രയാണ്? 500. ഈ 500 കിട്ടിയ എങ്ങനെയാണെന്ന് മനസ്സിലായോ? മൊത്തം 2,500 നഷ്ടം വന്നു. അതിൽ 2,000 എന്ന് പറയുന്നത് നോർമൽ ലോസ് ആയിട്ട് എഴുതി. നോർമൽ ലോസിനെക്കാട്ടിലും അധികമായി ഉണ്ടായ 500 എപ്പോഴും എന്താണ്? അബ്നോർമൽ ലോസ് ആണ്. ഇത് നോക്കിയേ, അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. നോക്കിയേ, ഈ 500 രൂപയുടെ ഗുഡ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതും 2 രൂപ ഇട്ട് എന്ത് ചെയ്യായിരുന്നു? വിൽക്കാമായിരുന്നു. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, അബ്നോർമൽ ലോസ് ഒരിക്കലും നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാക്കില്ല. നോർമൽ ലോസിനെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ലോസിനെ ആക്ച്വൽ ലോസ് നമ്മളിവിടെ കാണിക്കാതെ, നോർമൽ ലോസിൻ്റെ നമ്മളത് വിറ്റപ്പോൾ നമുക്ക് 2,000 രൂപ കിട്ടിയത് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ അബ്നോർമൽ ലോസ് അങ്ങനെയല്ല. അബ്നോർമൽ ലോസിന്റെ ആക്ച്വൽ ലോസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾക്കിനി എന്ത് ചെയ്യണം? അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. എത്ര രൂപയുടെ അബ്നോർമൽ ലോസ് സംഭവിച്ചെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എടുക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 47,000 ആണ് എക്സ്പെൻസ്. അതിൽ നിന്നും 2,000 രൂപയുടെ ഒരു എന്താണ് നമുക്കൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് 47,000 2,000 പോയാൽ 45,000 ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ നോർമൽ കോസ്റ്റ്. ഇനി നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20,000 ആയിരുന്നു. 20,000-ൽ നിന്ന് 2,000 പോയാൽ എത്ര കിട്ടും? 18,000 ആണ് ഇവിടുത്തെ നോർമൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ്. ഇവിടെ എത്ര യൂണിറ്റ് ആണ്? 500.
ഓക്കെ, അപ്പം നോർമൽ കോസ്റ്റ് എ ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എ ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1250 ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. 1250 നമുക്കുണ്ടായ ലോസ്. ഓക്കെ, അപ്പോൾ അബ്നോർമൽ ലോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടാലി ചെയ്യാം. ടാലി ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും, 47,000, ഇവിടെ 20,000, ഇവിടെയും എത്ര വരും, 20,000 വരും, ഇവിടെ 47,000. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ നമ്മൾ ഈ അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ മറക്കരുത്. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ പ്രോസസ് എ. നമുക്കിനി എന്ത് ചെയ്യണം, പ്രോസസ് ബി അക്കൗണ്ട് വരയ്ക്കണം. അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.